ഹലോ ഗായ്സ്, എല്ലാവർക്കും മായാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ്, 1 കിലോ ബീഫ് കൊണ്ട് നമ്മൾ അച്ചാറിടുക. അച്ചാറിനുള്ള ബീഫ് നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അച്ചാറിനെടുക്കുന്നത്. ഒരുപാട് വലിയ കഷ്ണം വേണ്ട, ചെറിയ കഷ്ണം മതി. ഇതാണ് അച്ചാറിൻ്റെ പരുവം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അച്ചാറിന് അരിഞ്ഞെടുക്കേണ്ടത്. പരുവത്തിൽ അരിയണം. ഇതിനെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി വരാം. എന്താ ഈ പരുവത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പെരിഞ്ചീരകവും ചതച്ച മസാല കൂട്ടുകളും കൂടി 2 ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ പുരട്ടി വെക്കാം. പുരട്ടി ഒരു അരമണിക്കൂർ നമ്മൾ പാകത്ത് വെക്കണം. വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വേവിക്കണമെന്നൊന്നുമില്ല. നമ്മൾ വറുക്കുമ്പോൾ തന്നെ നല്ലപോലെ വെന്തോളും. തീരെ കൊച്ചു പീസായത് കാരണം വേവിച്ചെടുക്കണ്ട. പരുവത്തി നമ്മൾ പുരട്ടി വെക്കണം. ഒരു അരമണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വെച്ചതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കുന്നത്. നമ്മൾ ബീഫൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഒരുവിധം മൂത്തൊക്കെ വരുന്നുണ്ട്. ആയിട്ടില്ല, ഒരുപാട് സമയം എടുക്കും. വേവിക്കാത്തതായതുകൊണ്ട് നമ്മൾ തീ കുറച്ചിട്ടാണ് നല്ലപോലെ ചെറു തീയിലിത് മൂത്ത് വരണം. നമ്മുടെ ബീഫ് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം നമുക്ക് അച്ചാറിന് വറുത്ത് പോരാൻ. ഇത് വേണ്ട. ലാസ്റ്റ് ട്രിപ്പ് വറുക്കാനിട്ടിരിക്കുകയാണ്. ഇതുകൂടെ വറുത്ത് കോരിയിട്ട് വേണം നമുക്ക് ബാക്കി കൂട്ടുകൾ ചേർക്കാം. അപ്പം നമ്മളിത് ഇത്രയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത്രയും കഷ്ണം ഇഞ്ചി വേണം, പച്ചമുളക്, വെളുത്തുള്ളി. ഇതിൻ്റെ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഈ ബീഫിൻ്റെ. ഇത് മൂത്ത് വരട്ടെ. സമയത്ത് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഇത്രയുമാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി. ഇത്രയും സാധനമാണ് നമ്മൾക്ക്. ഉപ്പ്, വിനാഗിരി, ഇത്രയും സാധനമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇത്രയും നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അച്ചാർ ഇടാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇതിലേക്ക് നമുക്ക് ബീഫ് വറുത്ത എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കുറച്ച് എണ്ണയും ചേർത്ത് കൊടുത്തോളൂ. നമ്മൾ ബീഫ് വറുത്ത എണ്ണ ഇരിപ്പുണ്ട്, കുറച്ച് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫ് വറുത്ത എണ്ണ കൂടെ നമ്മൾ ഇച്ചിരി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഒരു വർഷം വരെ എല്ലാം കേടാകാതിരുന്നോളൂ ഈ അച്ചാർ. ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. മൂക്കാണെങ്കിൽ വിയർപ്പ് വെള്ളം ഒന്നും വീഴരുത്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച പേസ്റ്റാണ്. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അച്ചാറിനകത്തെല്ലാം ശകലം പഞ്ചസാര ചേർക്കും. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശർക്കര ചേർക്കാം, പഞ്ചസാരയും ചേർക്കാം. ഇത് രണ്ടും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. ഞങ്ങളിവിടെ പഞ്ചസാര ചേർക്കും. അപ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കപ്പ് പഞ്ചസാര. വിനാഗിരിയുടെ കുത്തലൊന്നും അറിയത്തില്ല പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. ബ്രൗൺ കളറായി വരണം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് 1/2 ലിറ്റർ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് പറ്റണം. പറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ ആ വിനാഗിരിയുടെ ഒരു എസൻസിൻ്റെ ചുവ നമുക്കുണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് വിനാഗിരി ഒന്ന് നല്ലപോലെ പറ്റിച്ചെടുക്കുന്നത്. ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അച്ചാറിനുള്ള ഗ്രേവിയാണ് ഇത്. സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവിക്കകത്ത് കിടന്ന് തന്നെ ഇച്ചിരി കൂടെ ബീഫ് ഒന്ന് വേകും. ഇത് പകുതി പറ്റണം, പറ്റി റെഡിയായി വരണം. പകുതി പറ്റി വരുമ്പോഴത്തേക്ക് തന്നെ അച്ചാർ ശരിയാകത്തുള്ളൂ. നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഗ്രേവിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി. നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി.
ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കാം.